നിങ്ങൾ ചോദിക്കണം, അവരോട് ചോദിക്കണം ആ പോക്സോ കേസിൻ്റെ കാര്യം എന്തായി, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദിക്കണം. പോക്സോ കേസ് വലിയ വമ്പൻ കേസായല്ലോ, വലുതായിട്ട് നിങ്ങളെല്ലാവരും ഇത് മീഡിയയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കള്ളം പറഞ്ഞ കുട്ടിക്കെതിരെ നടപടി എടുക്കുന്നില്ല? അതുപോലത്തെ അതിജീവിതകൾ ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ഇനി ആരും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരുപാട് നിരപരാധികളാണ് നമ്മളുടെ ഇടയിൽ വേദനിക്കുന്നത്. നിരപരാധികൾ മാത്രമാണോ? അവരുടെ ഫാമിലികൾക്കുണ്ടാകും. നിങ്ങൾ മീഡിയകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ ഒരു ഫോൾസ് രജിസ്ട്രേഷൻ കേസ് നടത്തുന്നത് പോലീസുകാർ, അവരും ഇതിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ തെളിവെടുത്തിട്ട് വേണം അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ, ഇല്ലേ? ചുമ്മാ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫാമിലിയെ, അവർ പഠിക്കുന്നവരുണ്ടാവും, അവർ സുഖമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ആ ഒരു എൻ്റയർ കുടുംബത്തെയാണ് ഇവർ നശിപ്പിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഈ കുട്ടിക്കെതിരെ എന്ത് നടപടിയെടുത്തു? എന്തായാലും ഈ കേസ് തെളിയിക്കണം. ഒന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ഇങ്ങനൊരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയത്? എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബെഡ് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് അമ്മയുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ടാകുമായിരുന്നു. ഞാൻ മുകേഷിൻ്റെ കൂടെ, മുകേഷിൻ്റെയും മണിയമ്പള രാജുവിൻ്റെ കൂടെയും ജയശ്രീയുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമായിരുന്നു. അപ്പം അപ്പം ഞാനിത് വിട്ടുപോയ ആളാണ്. അതെ, ഇപ്പൊ പിൻവലിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ അത് തെറ്റായിട്ട് തോന്നുന്നതാണ്. ജനങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ട്, മീഡിയയും നിൻ്റെ കൂടെയുണ്ട്, പോലീസുകാരൊക്കെ നിൻ്റെ കൂടെ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും നിനക്ക് നിൻ്റെ കൂടെ തന്നെ പോലീസുകാരൊന്നും എല്ലാത്തിനും കേസിട്ടില്ലേ? മോശം വീഡിയോ ഇടണം, അവരെല്ലാത്തിനും കേസെടുത്തില്ലേ? ആരൊക്കെ നിന്നെ അബ്യൂസ് ചെയ്ത് വർത്താനം പറഞ്ഞു. അതുകൊണ്ട് നീ അങ്ങനെ തോന്നരുത്. നിന്നോട് എല്ലാവരും ഉണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് വിടുക, നിയമത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, നിയമത്തിനെ നീ വിശ്വസിക്കുക. ജസ്റ്റ് വെയിറ്റ്. അവർക്കൊരു സമയം കൊടുക്ക്, അവർ കേസൊക്കെ ഒന്ന് തെളിയിച്ചോട്ടെ. പിന്നെ പോക്സോ കേസിൻ്റെ കാര്യത്തിലും അവർ മണ്ടന്മാരല്ല, അതിന് നീ വെയിറ്റ് ചെയ്യുക. പോക്സോ കേസ് അവർ നന്നായിട്ട് അന്വേഷിച്ചിട്ട് അതിലൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കും. അത് നീ കിടന്ന് ഇപ്പോഴേ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ നീ കേസ് ഒരു കാരണവശാലും പിൻവലിക്കരുത്. കാരണം നീ ഒരുപാട് അനുഭവിച്ച് 15 വർഷം മുമ്പാണെങ്കിലും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഒരുപാട് വിഷമിച്ച് നീ നാട് വിട്ടു പോയതുമല്ലേ. അതൊക്കെ പെട്ടെന്ന് മറക്കാനും ആ വിഷമമൊക്കെ ഇപ്പോഴും ഉള്ളിലുള്ളതല്ലേ. ഇവരൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവർ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകരുത്, കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം. കേസ് പിൻവലിച്ചോ? ഹസ്ബൻഡിന്റെ പിന്തുണനെയാണ് അത്. ആരോടും ചോദിച്ചില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം നമ്മളൊരു ഒറ്റയാൾ പോരാട്ടം. ഞാനൊരു സ്ത്രീ, ഞാനൊരു സത്യം തുറന്ന് പറഞ്ഞതാണോ തെറ്റ്? ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം തുറന്നങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നൊരു ഹേമ കമ്മിറ്റി ഒരു മെമ്പർ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്തായി കേസിൻ്റെ കാര്യം? WCC ഇവരൊക്കെ സ്ത്രീകളല്ലേ, ആരും ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ തനിയെ കിടന്ന് ഒറ്റയാൾ പോരാട്ടം. അപ്പോൾ എനിക്ക് തോന്നി എനിക്കെതിരെ എൻ്റെ റെപ്യൂട്ടേഷൻ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഞാൻ നിരപരാധിയാണ് ശരിക്കും. അപ്പോൾ അതുപോലും അത് ശരിക്കുള്ള കേസാണോ? അതിന് പോലും തയ്യാറായി. പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോരാടുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ജനങ്ങളെല്ലാം ഇങ്ങനെ കയ്യും കെട്ടി കണ്ടുകൊണ്ടിരിക്കുക, സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കാവുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എല്ലാവരും പ്രതികരിക്കണം. കള്ളത്തിനെതിരെ, ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കണം. വെറുതെ അല്ലെങ്കിൽ അവളെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നത് കാണാം. ഇത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ നമ്മളത് തിരിച്ചറിയാനും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എനിക്ക് ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് തോന്നി. ദൈവമേ, എന്നെ എല്ലാവരും ആ രീതിയിലാണോ കാണുന്നത്? എനിക്കങ്ങനെ ചെയ്യാനാണെങ്കിലേ, എനിക്കങ്ങനെ സെക്സ് മാഫിയയൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞ മുകേഷിനും, ഈ പറഞ്ഞ ബാലചന്ദ്രമേനോനും, ഈ പറഞ്ഞ ജയസൂര്യക്കൊക്കെ കൊടുത്താൽ പോരെ പെണ്ണുങ്ങളെ? ഇവിടെ തന്നെ നിന്നാൽ പോരെ? കേരളത്തിൽ നിന്ന് പോകണമായിരുന്നോ? പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹസ്ബൻഡ് പറഞ്ഞു, നിൻ്റെ കൂടെ ഇനി ആരില്ലെങ്കിൽ ശരി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേറ്റം വരെ പോലീസിനോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ സഹകരണത്തിനും കൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ട്.